ആക്ഷൻ കമ്മിറ്റി ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് നടത്തി. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. വെള്ളൂർ കിഴക്കുംപാട്ടെ ഒ അജിത് ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് നടത്തി. മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ബാബുവിന് മർദ്ദനമേൽക്കുകയും തുടർ ഭീഷണികളും ഉണ്ടായിരുന്നു. മെയ് 29-നാണ് അജിത് ബാബുവിനെ മരണപ്പെട്ട നിലയിൽ കിഴക്കുംപാട് നാഗത്തിൻമൂല അണക്കെട്ടിന് സമീപം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ബാബുവിന്റെ മരണത്തോടെ അനാഥമായത് 2 കൊച്ചുകുട്ടികളും ഭാര്യയും ഉൾപ്പെടുന്ന നിർധന കുടുംബമാണ്. ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദികളായ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ബാബുവിന്റെ മരണത്തോടെ അനാഥമായത് 2 കൊച്ചുകുട്ടികളും ഭാര്യയും ഉൾപ്പെടുന്ന നിർധന കുടുംബമാണ്. മരണപ്പെട്ട് 43 ദിവസമായിട്ടും ദുരൂഹത നീക്കുന്നതിനും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും പോലീസിന് സാധിച്ചിരുന്നില്ല. ആക്ഷൻ കമ്മിറ്റി രക്ഷാധികാരി സി കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. വീട്ടിലും നാട്ടിലും അധികപ്പറ്റാണ് എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ചില ജീവിതങ്ങൾ. എന്നാൽ അജിത് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളല്ല. വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അങ്ങനെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മോശമായി ഒന്നും പറയാനില്ല. സൗമ്യശീലനാണ്. അതേപോലെ തന്നെ കർമ്മനിരതനായ ഒരു തൊഴിലാളിയാണ്. കൂടെ നമ്മുടെ നാട്ടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏത് സന്ദർഭത്തിലും നാട്ടുകാരുടെ കൂടെ സഹകരിച്ചു പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുശ്ശീലം ഉള്ളതായി ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരു ചെറിയ വീട്ടിൽ തൻ്റെ ഭാര്യയും 2 കുട്ടികളുമടക്കം സുഖമായി ജീവിച്ചു പോകുന്ന, പണിയെടുത്ത് ജീവിച്ചു പോകുന്ന അജിത് ബാബു ഇങ്ങനെ മരിക്കാനിടയായ സാഹചര്യം എന്ത് എന്നതാണ് ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചത്. ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പേരുകളൊന്നും ഞങ്ങളിപ്പോൾ പറയാൻ തയ്യാറില്ല. കാരണം ഇത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദികളായവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സമരത്തിൽ സംസാരിച്ചവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഈ കഴിഞ്ഞ മെയ് 29-ന് വെള്ളൂരിൽ ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നു. വെള്ളൂരിലെ കിഴക്കുംപാട് പ്രിയപ്പെട്ട ഒ അജിത് ബാബുവാണ് വീട്ടിനടുത്തുള്ള തോട്ടിൻകരയിലെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ പുലർച്ചെ തൂങ്ങി മരിച്ച് നിലയിൽ ഉച്ചയോടെ കാണുന്ന നിലയുണ്ടായത്. ബാബുവിന് ഭാര്യയും 2 മക്കളും അടങ്ങിയ ഒരു കുടുംബമാണ്. നിർമ്മാണ തൊഴിലാളിയാണ്. തേപ്പ് പണിയെടുക്കുന്ന നിർമ്മാണ തൊഴിലാളിയാണ്. ജീവിതത്തിൽ നാളിതുവരെ ഒരു ദുസ്വഭാവത്തിനും ഒരു ദുരാരോപണത്തിനും ഇരയാവാത്ത, പണിയെടുത്ത് സ്വന്തം കുടുംബം പോറ്റുന്ന, വീട് നിർമ്മിച്ച് നല്ല നിലയിൽ മക്കൾ വിദ്യാഭ്യാസം നടത്തി മാന്യന്മാരിൽ മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ തൊഴിലാളി കുടുംബ അംഗമാണ് അജിത് ബാബു. ബാബുവിന് ഭാര്യയും 2 മക്കളുമാണ്. 2 മക്കളും മൂത്ത മകൻ ഹൈസ്കൂളിലും രണ്ടാമത്തെ മകള് LP സ്കൂളിലും പഠിക്കുന്നവരാണ്. ഭാര്യയ്ക്ക് തൊഴിലില്ല. ജീവിതത്തിൽ ഒരു പ്രാരബ്ധങ്ങളും ഇല്ലാതെ നല്ല നിലയിൽ കുടുംബം പറ്റിക്കൊണ്ടിരിക്കുന്ന ബാബു മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണവും നാട്ടുകാരുടെ മുന്നിലില്ല. കമ്മിറ്റി ഭാരവാഹികളായ N രാജേഷ്, C ചന്ദ്രൻ മാസ്റ്റർ, V നാരായണൻ എന്നിവർ സംസാരിച്ചു. KV സുധാകരൻ, K ബിജു, C ലക്ഷ്മണൻ, KV ഭാസ്കരൻ, TV ഷിജിത്ത്, M നാരായണൻ, K ഭാസ്കരൻ, A സരോജിനി,
പി സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. വാർഡ് കൗൺസിലർ സി ചന്ദ്രൻ മാസ്റ്റർ ചെയർമാനും എൻ രാജേഷ് കൺവീനറുമായ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.